ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ജൂലൈ 5-ന് 1 ഇയർ ആയിരിക്കുകയാണ്. വണ്ടി ഏകദേശം 21,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വണ്ടിയുടെ ഡിസൈൻ സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഈ വണ്ടിയിലെ ഫൈബർ പാർട്സും കാര്യങ്ങളിലൊക്കെയാണ് വണ്ടി മേക്ക് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് മോശപ്പെട്ട റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴോ ഹമ്പുകളി ആടുമ്പോഴോ ഒന്നും ബോഡി പാനൽസിൽ നിന്ന് ഒരു തരത്തിലുള്ള നോയിസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ, ബാറ്ററിയിൽ 1 ഇയർ ആയി ഇത്രയും കിലോമീറ്റർ ആയിട്ടും ഇതുവരെ ആയിട്ട് നമുക്ക് റേഞ്ചിൻ്റെ കാര്യത്തിൽ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് ചാർജ് കുറയുന്നതായിട്ടോ അങ്ങനെയുള്ള ഫീലൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു 100 കിലോമീറ്റർ നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് നമ്മുടെ നോർമൽ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ പെർഫോമൻസിലും ഇതുവരെയായിട്ടും യാതൊരുവിധ കുറവും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ ഏരിയയെ പറ്റിയാണ്. വളരെ നല്ല രീതിയിലുള്ള സസ്പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പെട്രോൾ ബൈക്കിൽ ലഭിക്കുന്ന അത്രയും ലെവൽ ഇല്ലെങ്കിൽ പോലും ഒരു സ്കൂട്ടറിൽ ലഭിക്കുന്ന സസ്പെൻഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പടി അതിന് മേലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ഇലക്ട്രിക് വണ്ടികളിൽ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടാവാറില്ല. ഇടയിൽ സെൻട്രൽ സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ടയർ മാറ്റം ഈ ഒരു നട്ടഴിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബാക്ക് ടയർ 15,246 കിലോമീറ്റർ നമ്മൾ മാറി. ഏകദേശം 2,000 രൂപയിൽ താഴെയാണ് ആകെ ചിലവായത്. ഫ്രണ്ട് ടയർ ഇതുവരെയായിട്ട് നമ്മൾ മാറിയിട്ടില്ല. നമുക്കിനി ഈ വണ്ടിയിൽ എനിക്ക് അനുഭവപ്പെട്ട നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും റെയിനി സീസണുകളിൽ ഈ സ്വിച്ചുകളെല്ലാം കംപ്ലൈൻ്റ് ആകാറുണ്ട്. ഈ കാണുന്ന ജോയ്സ്റ്റിക്ക് പോലെയുള്ള സ്വിച്ച് കംപ്ലൈൻ്റ് ആകാറുണ്ട്. ഇതുപോലെ ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ സ്റ്റക്ക് ആകാറുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച് സ്റ്റക്ക് ആകാറുണ്ട്. ഈ ഇഗ്നീഷൻ സ്വിച്ച് സ്റ്റക്ക് ആകാറുണ്ട്. പക്ഷേ എനിക്കിത് അത്ര മേജർ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വർക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവാണ് സീറ്റിൻ്റെ അടിയിലുള്ള അണ്ടർ സ്റ്റോറേജിൽ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം. പ്രധാനമായിട്ട് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലാണ് അത് വെള്ളം ഇറങ്ങുന്നത് മഴക്കാലത്ത്. അതുപോലെ വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ട സമയത്ത്. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ബാറ്ററിയും അതിൻ്റെ പുറത്ത് ചാർജറുമാണ് ഉള്ളത്. ആ ചാർജർ ഇരിക്കുന്ന ഏരിയയിലേക്ക് അധികം വെള്ളമൊന്നും കയറാറില്ല. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായും ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന നെഗറ്റീവുകൾ. അതുപോലെ തന്നെ ഞാനൊരു വിഡ ഓണേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗവും കൂടിയാണ്. അപ്പോൾ അതിലെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് നെഗറ്റീവുകളും കൂടി ഞാനൊക്കെ ഇതിലൂടെ പറയുകയാണ്. ഈ ഫുഡ് മാറ്റിനടിയിൽ ഒരു ഓക്സിലറി ബാറ്ററി എന്ന് പറഞ്ഞൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയാണ് വണ്ടിയിൽ ഇൻഡിക്കേറ്റർ വെച്ചത്. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ, ഫോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലൈറ്റ് ഒക്കെ ആ ബാറ്ററിയിൽ പവർ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചില വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് വണ്ടി ഓൺ ആകാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ അത് വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടിയിൽ വരുന്നത് 3 ആംസിൻ്റെ ബാറ്ററിയാണ്. അത് 4 ആംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ചിലവർക്ക് വണ്ടിയിൽ ഒരു ബാറ്ററി മാത്രം ഡിറ്റക്ട് ചെയ്യാതെ വരുന്നൊരു കേസ് വരുന്നുണ്ട്. ആ സമയത്ത് വണ്ടി ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആകാറുണ്ട്. അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആകാറുണ്ട്. 21,000 കിലോമീറ്റർ ഓടിയിട്ടും ഇതുവരെയായിട്ടും നമുക്ക് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ദൂരയാത്രകൾ ചെയ്യുന്നവർക്ക് വിഡയുടെ ഗ്രിഡിൽ നിന്നും ഏതറിൻ്റെ ഗ്രിഡിൽ നിന്നും നമുക്ക് ഇതുപോലെ ഫാസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഫ്രീ ആണ്. യാത്രക്കാരോട് ഇപ്പോൾ മിനിറ്റിന് 1 രൂപ 18 പൈസ വെച്ച് മേടിക്കുന്നുണ്ട്. അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എല്ലാവരും ഈ വണ്ടിയിലേക്ക് വരാൻ. വിഡയുടെ റണ്ണിങ്ങിൽ ലിംബുകോ മിറർ വരാൻ സാധ്യതയുള്ളതാണ്. 100 കിലോമീറ്റർ ഉള്ളിൽ ഓട്ടമുള്ളവർക്കും മിനിമം 5 വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ ഓടുന്നവർക്കും ഇലക്ട്രിക് സ്കൂട്ടർ നല്ലൊരു ഓപ്ഷനാണ്. ആവശ്യത്തിന് ലഗേജ് ക്യാരി ചെയ്യുവാനും ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവർക്കും ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഏത് ഹൈറ്റ് ഉള്ളവർക്കും വിഡ യൂസ് ചെയ്യാവുന്നതാണ്. ഔട്ട്സൈഡ് ചാർജിങ് സോക്കറ്റ് ഇല്ലാത്തവർക്ക് റിമൂവൽ ബാറ്ററി ആയതുകൊണ്ട് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനധികം അത് പ്രിഫർ ചെയ്യില്ല, കാരണം ചാർജിങ് സോക്കറ്റുകളൊക്കെ കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാവുന്നവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് വിഡ. എനിക്ക് ഇതുവരെ ആയിരിക്കുന്ന KSEB ബില്ല് 2,000 രൂപയ്ക്കുള്ളിലാണ്. അത് കുറയാനുള്ള കാരണം ഏതൊരു ഗ്രിഡിൽ നിന്നും വിഡയുടെ ഗ്രിഡിൽ നിന്നും ഞാൻ ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ പഴയ വീഡിയോകൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.